അങ്ങനെയാണെങ്കിൽ ആർഷോ വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കൂ, എന്നിട്ട് ആ KSUകാരനെതിരെ സമരം ചെയ്യൂ എന്ന് ആ വെല്ലുവിളി ആർഷോ സ്വീകരിക്കുമോ? അല്ല, ഞാൻ പറയുന്നത് ആ പൂക്കോട്ട് ക്യാമ്പസിനെ തൽക്കാലത്തേക്ക് വിട്ടേക്കൂ. പക്ഷേ SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കൂടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലുള്ള SFIയുടെ യൂണിറ്റുകളുണ്ടല്ലോ, നിരവധി. കേരളത്തിൽ അങ്ങുമിങ്ങുമുള്ള എത്രയോ കോളേജുകളുണ്ട്, എത്രയോ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെ എല്ലാമുള്ള SFI യൂണിറ്റുകളിൽ എവിടെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിട്ടുള്ളത്? അതായത് ഒരു പ്രതിഷേധത്തിന്റെ മാർഗത്തിൽ ഇവർ എവിടെയാണ് സിദ്ധാർത്ഥന് നീതി കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത്? സിദ്ധാർത്ഥന് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇടത് സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫ്ലെക്സ് ബോർഡെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന DYFIയുടെയും CPMന്റെയും ബോർഡാണ്. അതിൽ പോലും അവർ പറഞ്ഞിരിക്കുന്ന ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നാണ്. അപ്പൊ SFIയുടെ ഈ വിഷയത്തിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലായ്മ എന്നത് തന്നെയാണ്. അതായത് ഇപ്പൊ ശ്രീ ജയരാജ് തന്നെ ഇവിടെ പറഞ്ഞു, ശ്രീ മുഹമ്മദ് റിയാസിന് ഉണ്ടായിരിക്കുന്ന തോന്നൽ ഒരുപക്ഷെ ഇങ്ങനെ ഈ വിഷയത്തിന്റെ പേരിൽ കേരളത്തിലുള്ള എല്ലാ SFIക്കാരെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള തോന്നൽ മറ്റുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ SFIക്കാർക്ക് അല്ലെങ്കിൽ റിയാസിനൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ടവരാണ് വാക്കുകൊണ്ടെങ്കിലും എന്ന് മറ്റുള്ള ആൾക്കാർക്ക് തോന്നുന്നതിന്റെ കാരണം ഈ നിസ്സംഗതയാണ്. അവർ ഈ വിഷയത്തിന്റെ ഒരു ഭാഗത്ത് ഒരു നിലപാടുമായിട്ട് നിൽക്കുന്നു, ബാക്കി എല്ലാ ആൾക്കാരും മാധ്യമങ്ങളടക്കം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അവരാണ്. എനിക്ക് വളരെ അതിശയമാണ് തോന്നുന്നത്. ഇവിടെ ശ്രീ ജയരാജ് ഒരു അധ്യാപകനാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ടോ ഇടത് ഓരം പറ്റി നിൽക്കുന്ന അധ്യാപകരെല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ഇപ്പൊ ഡീനിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ VCയുടെ കാര്യം പറഞ്ഞു. നോക്കൂ, കഴിഞ്ഞ ദിവസം ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ആ ഡീൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സിദ്ധാർത്ഥനെ കൊടിയ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം സ്വയം ഒരു വെറ്റിനറി സർജൻ ആണെന്ന് ഓർക്കണം. മറ്റൊരു ഫോറൻസിക് സർജൻ അവിടെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് ഇത് ഇത്തരത്തിലുള്ള ആക്രമണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് നമ്മുടെ എല്ലാം കയ്യിലുള്ളതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഡീനിന്റെ കയ്യിലും ഉണ്ടാകുമല്ലോ ഈ പറയുന്ന സമയത്തും. അപ്പൊ അതിനെ വിശ്വാസമില്ലാതെയാണോ ഇനി കേരള പോലീസിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് പറയട്ടെ ആ സമയത്ത് ഞാൻ വിശ്വസിക്കാം എന്ന രീതിയിലത്തേക്ക് പറയുന്നത്? അത് തന്നെയാണോ 17-ാം തീയതിയും 18-ാം തീയതിയും ഒക്കെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ച് ഇനി ഒരു പ്രതികരണത്തിന് പോലും ഒരു അവസരം ബാക്കിയില്ലാത്ത ഒരു വ്യക്തിയെ ഈ രീതിയിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന, അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ട് നിർത്തുന്ന രീതിയിലുള്ള ഒരു അധ്യാപകൻ, നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള അധ്യാപകർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്ന അധ്യാപകർ, ശ്രീ ജയരാജന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്താണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തിയാൽ അത് ആ കുടുംബത്തിന് കിട്ടുന്ന ഒരു റീഅഷുറൻസ് എന്താണ് എന്ന് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്? പക്ഷെ അതിനെ വളരെ ലഘൂകരിച്ച് കാണുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജയരാജ്? മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്ത് പ്രയോജനം എന്ന രീതിയിൽ ചിന്തിക്കരുത്. അങ്ങനെ ആർക്കും ചിന്തിക്കുവാൻ കഴിയുകയില്ല. എത്രയോ സംഭവങ്ങൾ മുൻപുണ്ടായപ്പോൾ, ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. ഇതിന് സമാനമായ സംഭവങ്ങൾ കേരളത്തിന് വെളിയിൽ നടക്കുമ്പോൾ അദ്ദേഹം ഉടനടി പ്രതികരിക്കുന്നു. എന്നിട്ട് ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ പൊതുസമൂഹം സംശയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഞങ്ങളെല്ലാവരും സംശയിക്കുന്ന ഇതാണ്: കുട്ടി സഖാക്കൾക്കെതിരെ മുഖ്യമന്ത്രി ഒരു വാക്കും പറയുകയില്ല. അങ്ങനെ സംഭവിച്ചുകൂടാ. അദ്ദേഹം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അല്ല, പൂക്കോട്ട് ക്യാമ്പസിൽ നടന്നിരുന്നത് ഒരു രക്ഷാപ്രവർത്തനമാണ് എന്ന് അദ്ദേഹം പറയുമോ എന്നുള്ളതാണ് എന്റെ ഞെട്ടൽ. അങ്ങനെ പറയാത്ത ഭാഗ്യം. ഡോക്ടർ ബി ജയരാജ് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവൃത്തി മതിയല്ലോ. കാരണം ഗൂഢാലോചനയ്ക്കടക്കമാണ് ഇന്ന് കേസെടുത്തിരിക്കുന്നത്. 15ഓളം പ്രതികളെ പിടിച്ചു. ഇത് കണ്ടുനിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡർ എഫക്ട് എന്നൊക്കെ പറയുന്ന മനഃശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ ഇത് കണ്ടിട്ട് വേറെ അടുത്ത ആൾ പറയുമെന്ന് കണ്ടുനിന്ന ഇത്രയും ദിവസം ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്ന കുട്ടികളെ അടക്കം ചോദ്യം ചെയ്യാനും 15 കുട്ടികളിൽ ഗൂഢാലോചന നടത്തിയവരെ തിരിച്ചു വിളിച്ചു വരുത്തിയവരുൾപ്പെടെ ഗൂഢാലോചന പ്രകാരം കേസെടുക്കാനും തയ്യാറായി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അതിനെ തുടർന്നുള്ള മുഴുവൻ ആളുകളെയും പരമാവധി ശിക്ഷ, അതായത് നിയമം അറിയിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും മറ്റു ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതല്ലാതെ ഒരു കൊലപാതകം നടന്നാൽ ഉടൻ തന്നെ ആ കൊലപാതകം ചെയ്തത് ഞങ്ങളുടെ പിള്ളേരാണ്, ഇത് ഞങ്ങളങ്ങ് സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന അഴകുഴമ്പൻ ന്യായമല്ല ഇവിടെ നടപ്പിലാക്കിയത്. അതും നമ്മൾ കാണാതിരുന്നുകൂടാ. നമുക്ക് ഒരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ വി ഹാവ് ടു സീ ബോത്ത് സൈഡ്സ് ഓഫ് ദ കോയിൻ. രണ്ട് സൈഡും നമ്മൾ നോക്കണം. അതിനിഷ്ഠൂരവും അപലപനീയവും ഒരിക്കലും നടന്നുകൂടാത്തതായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നതെന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനകത്ത് പൂർണ്ണമായിട്ടും ഞാൻ ഇത്തരത്തിലുള്ള മനോവൈകൃതമുള്ള പ്രവർത്തികളെ അങ്ങേയറ്റം അപലപിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട്
ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. അതിനെ വേറെ ഒന്നുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുകയോ ജനറലൈസ് ചെയ്യുകയോ എന്നല്ല. നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? ഇനി ഒരിക്കലും ഇത്തരം ഒരു കൊലപാതകം ഒരു സ്ഥലത്തും നടന്നുകൂടാ. ഞാൻ ആദ്യമേ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അമ്മയ്ക്കും അച്ഛനും, ഞാൻ ഒരു പാരന്റ് ആണ്, ഒരു കുട്ടിയുടെ അച്ഛനാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം ഒരു കുട്ടിക്ക്, എന്റെ കുട്ടിക്ക് എന്റെ ഒരു തരി മണ്ണ് വീണാൽ ഉണ്ടാകുന്ന ഫീൽ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ കൊലപാതകം നടത്തുമ്പോൾ അല്ലെങ്കിൽ റാഗ് ചെയ്തെന്നോ ലിഞ്ച് ചെയ്തെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു കുട്ടിയുടെ ജീവനാണ്, ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത്. അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് ന്യായീകരിക്കുന്നത് നേരത്തെ MK ഹരിദാസ് പറഞ്ഞ കണക്കല്ല മൃഗീയമൊന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഭാഷ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും ശരിയാണ്, ന്യായീകരിക്കണം. പരസ്യമായിട്ട് ആർക്കും അങ്ങനെ ഞാൻ ന്യായീകരിക്കാൻ ന്യായീകരിക്കാൻ പറ്റുകയില്ല. വേണ്ടി പക്ഷേ വന്ന ഒരാളുമല്ല. രഹസ്യമായുള്ള ന്യായീകരണവും വരികൾക്കിടയിലുള്ള ന്യായീകരണവും ദിവസേന എന്നോണം കണ്ടുവരികയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഹമ്മദ് റിയാസിൻ്റേത്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ മുഖ്യമന്ത്രിയുടെ കാര്യം, മുഖ്യമന്ത്രി ഈ അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, വാക്കുകളിലല്ല കാര്യമെന്ന്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കും എത്രമാത്രം പ്രസക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അങ്ങനെ ഒരു ആശ്വാസവാക്ക് പറയുന്നത് കൊണ്ട് ഈ നരാധമന്മാരുടെ കൂടെ അല്ല താൻ എന്ന് മുഖ്യമന്ത്രി ഉച്ചത്തിൽ പറയുന്നതിന് തുല്യമാണ് ഡോക്ടർ ബി ജയരാജ്. അതാരും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. ഈ കൃത്യത്തെ ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്തതുപോലെ തന്നെയാണ് ഓരോ ആശ്വാസവാക്കും ആ കുടുംബത്തിന് എത്രമാത്രം താങ്ങും തണലുമാകും എന്നുള്ള കാര്യവും. അതെന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? ശ്രീ MK ഹരിദാസ്, ഇവിടെ മുഖ്യമന്ത്രി എല്ലാം തൻ്റെ കർമ്മം കൊണ്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. എനിക്ക് ശ്രീ ജയരാജിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, അതായത് ഇരയോടൊപ്പമാണ് എന്ന് വരുത്തി തീർത്തിട്ട് വേട്ടക്കാരന് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ചില സംഗതികളുണ്ടല്ലോ, അത്തരക്കാരനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നുന്നത്. അദ്ദേഹം ഈ ചർച്ചയിൽ അദ്ദേഹം പിതാവാണ്, അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, അദ്ദേഹം അധ്യാപകനാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഈ വിഷയത്തെ അങ്ങേയറ്റം അപലപിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വേട്ടക്കാർക്ക് വേണ്ടിയിട്ട് വളരെ ലൈറ്റായ തോതിലാണെങ്കിൽ പോലും താങ്കൾ ന്യായീകരണം നടത്തുന്നത് ശരിയല്ല. കാരണം താങ്കളെപ്പോലുള്ളവരാണ് ഈ തരം സംഗതികളിൽ ഇടതുപക്ഷത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ട ആൾക്കാർ താങ്കളെപ്പോലുള്ളവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യായീകരണം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. കാരണം അതിന് ഞാനൊരു ഉദാഹരണം പറയാം. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയവർക്കും ഈ വാക്ക് തന്നെയാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയവർ പറഞ്ഞിരിക്കുന്നത്. SFIയുടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സോഷ്യലിസം, ഇതും എന്താണ് ഈ SFIയുടെ മുദ്രാവാക്യമാണ്. ഇത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇവർ രണ്ടു കൂട്ടരും ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നാണെന്ന് വരുമ്പോൾ ഇത് അങ്ങേയറ്റം കേരളം ചിന്തിക്കേണ്ട ഒരു സംഗതിയല്ലേ.